നല്ലതാ. വീട്ടിലൊക്കെ നമ്മളെ ഭാര്യമാരും മക്കളും ഒക്കെ ഇടക്കിടക്ക് അവരെങ്ങനെ ഒരു യാത്രയ്ക്ക് ഇസ്രാ മിറാജ് നടത്താൻ കഴിയൂലെങ്കിലും ഇടക്കിടക്ക് അവരെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഒരു യാത്ര ഒക്കെ ചെയ്ത് അവരെ ഒന്ന് മനസ്സിനൊരു സന്തോഷമൊക്കെ കൊടുക്കണം. അവരെല്ലാവരും ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകണം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഹറാമൊന്നും അല്ല, നല്ല ഹലാലായത് കാണിച്ചു കൊടുക്കുക. അത് ഇക്കാലത്ത് അത്യാവശ്യമാണ്. ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. ഇപ്പൊ ചില ചെറുപ്പക്കാർ പെണ്ണെട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ലൊരു പുതിയണ്ണിനൊക്കെ കിട്ടി. പക്ഷെ മോന്റെ വാപ്പ ഇടക്കിടക്ക് യാത്ര പോകണമെന്നും വാപ്പാക്ക് ഇഷ്ടമല്ല. വാപ്പ അതിനൊക്കെ വിലക്കാണ്. അതിനൊക്കെ ചെലവല്ല മോനെ. അമ്പലത്തേക്ക് പോയെന്നോ മടവൂര് പോയെന്നോ ഇന്നപ്പുറത്ത് ഇനിയിപ്പോ മറ്റേ ഇവിടേക്ക് ഊട്ടിക്കും ഇവിടേക്കൊന്നും പോണ്ട, ഒക്കെ ചെലവല്ലേ. എല്ലാത്തിനും മുടക്ക് പറഞ്ഞു. മോനാണെങ്കിൽ ബാപ്പയും ഉമ്മയും പറയണ അനുസരിച്ച് കുടിക്കുകയും ചെയ്ത്. എന്താ ഫലം ഉണ്ടാകുക? ഒരു 6 മാസക്കോളം അടങ്ങിക്കും. പിന്നെ അവള് മെല്ലെ പറന്നു പോകും. ആരെങ്കിലും കൂടെ പറന്നു പോകും. പിന്നെ അവളെ കിട്ടൂല. ഇനി രണ്ടാമത് കെട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല, രണ്ടാമത് കിട്ടൂല. അപ്പൊ ഹലാലായ ഒരു യാത്രയൊക്കെ നടത്തുക, അത് പഠിപ്പിക്കുന്നുണ്ട് ഇസ്രാ മിഅ്റാജ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിന് വലിയ ദുഃഖം വിഷമമുള്ള സമയത്ത് അതിനൊരു അറുതി ഉണ്ടാവാൻ, മനസ്സിനൊരു വിശാലത ഉണ്ടാവാൻ, സന്തോഷം ഉണ്ടാവാൻ അള്ളാഹു താല കൊണ്ടുപോയതാ. അള്ളാഹുവിലേക്ക് കൊണ്ടുപോയി. അള്ളാഹു താല 7 ആകാശത്തിന്റെ മുകളിലായതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെയായിട്ട് മനസ്സിലാക്കണ്ട. അള്ളാഹു താല 7 ആകാശത്തിന്റെ മുകളില. 7 ആകാശത്തൊക്കെ പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ, എന്റെ മുകളിലോ. അള്ളാഹു താല ലോകത്തെങ്ങനെ അള്ളാഹു താല ലയിക്കുവോ? അള്ളാഹു ലോകേതരനാണ്. ലോകത്തിന്റെ ആവശ്യമില്ലാത്തവരാണ് അള്ളാഹു. ലോകത്ത്